കൂട്ടുകാരനെ യാത്ര അയക്കാൻ പോയതായിരുന്നു അല്ലേ? ആ അതെ, അവൻ ജോലി കിട്ടി പോവാ. കൂട്ടുകാരന് ജോലി കിട്ടി പോകുന്നു. രണ്ടുപേരും ഒരു ഉളുപ്പുമില്ലാതെ യാത്ര അയക്കാൻ പോകുന്നു. വക്കീൽ എന്താ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നല്ല തണ്ടും തടിയും ഉണ്ടായിട്ടും രണ്ടുപേരും കള്ളച്ചോറും ഉണ്ട് വീട്ടിനകത്ത് സുഖം പിടിച്ചിരിക്കുന്നു. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടുകാരിയാ. വക്കീലെ, കേസിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അയ്യോ, ഞാൻ കേസിന്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷെ കേസിന്റെ കൂടെ ഫീസും വരുമല്ലോ. ഫീസ് തരാനുള്ള വരുമാനം ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതെ വക്കീലെ, ഫീസിന്റെ കാര്യത്തിൽ വക്കീൽ വിഷമിക്കണ്ട. ഇങ്ങനെയാണ് സുഖം പിടിച്ചു പോകുന്നത്. സാധാരണ വിളമ്പുന്നവൻ അറിഞ്ഞില്ലെങ്കിലും ഉണ്ണുന്നവർ അറിയണം എന്ന് പറയും. ഇവിടെ വിളമ്പുന്നവനും ഉണ്ണുന്നവനും ഒക്കെ കണക്ക് തന്നെ. വക്കീലെ, നിങ്ങളെ കേസ് മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ, ഞങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. അതെ, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. വല്ല സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലുണ്ടല്ലോ, വീട്ടുകാരനെ 10 വെട്ടി അടിച്ചെന്നെ. ഞാൻ പെണ്ണിനെയും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാതെ പണിക്ക് പോകുമായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കുമായിരുന്നു. ഒന്നിനും പറ്റില്ലെങ്കിൽ അവളെ ഞാൻ തൊഴിലുറപ്പിന് വിട്ടേനെ. വെറുതെ കാര്യം ചുറ്റി നടന്നോ? ഇതിപ്പോ എന്താണെന്നറിയാവോ? പണ്ടുള്ളവർ പറയും, 10 പേരും ചക്കി കുത്തും, അമ്മ വെക്കും, ഉണ്ണി ഉണ്ണും. അത് തന്നെ. എന്താ വക്കീൽ ഇത്? അന്യരോടെന്നുള്ള രീതിയിൽ ഇവിടെ സംസാരിക്കണ്ട. അയ്യോ, ഞാൻ ഇവരെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. നാട്ടുകാർ പുറത്തു നിന്ന് സംസാരിക്കാതിരിക്കാനാ ഞാൻ ഇവരോട് പറയുന്നത്. ചിലരങ്ങനെയാ, പരാന്ന ഭോജികള്. മറ്റുള്ളവർ അധ്വാനിച്ച് കൊണ്ടുവരും, നമ്മൾ വീട്ടിൽ ഇരുന്ന് വെട്ടി വിഴുങ്ങും, കുറ്റവും പറയും. സാമ്പാറിന് ഉപ്പ് പോരാ, അരി വെന്തിട്ടില്ല. എന്റെ മോനെ നന്ദ, ഇവര് മക്കളെ, മോനെ, നിങ്ങൾക്ക് ഇവിടെ ഊണുണ്ട്, ഒരിടത്തും പോണ്ട എന്നൊക്കെ പറയും. അത് കുറച്ചു ദിവസം, അത് കഴിയട്ടെ. ഇപ്പൊ എന്നെ ശാസിച്ച ചേച്ചിയില്ലേ, ഗിരിയുടെ അമ്മ, ഉള്ളൊരുകി പ്രാർത്ഥിക്കും, നിങ്ങളൊന്ന് ഇറങ്ങി പോണേന്ന്. വക്കീലെ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഇവിടെ കുടുംബ പ്രശ്നം ഉണ്ടാക്കാനാണ് വക്കീൽ വന്നത്. അയ്യോ, കുടുംബ പ്രശ്നം ഉണ്ടാകാതിരിക്കാനാ ഞാൻ ഇതൊക്കെ പറയുന്നത്. മോനെ, വല്ല ജോലിക്കും പോയി 10 കാശുണ്ടാക്കടാ. ഞാൻ പോണ്. ആലോചിച്ചിട്ട് എനിക്ക്, മാഡം, നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. ഈ വണ്ടിക്കടിക്കാനുള്ള എണ്ണയുടെ കാശെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൂടെ? അതും അളിയൻ തരണമായിരിക്കും അല്ലേ? കഷ്ടം.